ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്, ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന് നമുക്ക് നോക്കാം. നൈറ്റ് ആണ് വന്നിരിക്കുന്നത്. ബി ബ്രേവ് ആൻഡ് ഹോണസ്റ്റ് എന്നാണ് ഇവിടെ പറയുന്നത്. ബ്രേവ് ആൻഡ് ഹോണസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ ധൈര്യമുള്ളവരാകൂ, ധീരതയോടുകൂടി മുന്നോട്ട് വരൂ, ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരൂ. അത് തീർച്ചയായിട്ടും ഒരു യുദ്ധം ചെയ്യുന്ന പടയാളിക്ക് ഏറ്റവും അത്യാവശ്യമാണ്. എന്ത്? ധീരത. ധൈര്യം സംഭരിച്ചു കൊണ്ടുവരിക. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയാവൂ എന്നാണ്. ഹോണസ്റ്റ് ആവണം, അതായത് സത്യസന്ധരാവണം, പിന്നെയോ ധൈര്യമുള്ളവരും ആകണം. അല്ലാതെ ഒരു ഭീരുവായിട്ട് മാറാൻ പാടില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ആൻസസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ് ആണ്, അല്ലെങ്കിൽ ഏഞ്ചൽസിന്റെ ബ്ലെസ്സിങ്സ് ആയിട്ട് നമുക്കിത് കണക്ക് കൂട്ടാവുന്നതാണ്. അപ്പോൾ അവർ നിങ്ങളോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരിക്കലും ഒരു ഭീരുവാകാൻ പാടില്ല. നിങ്ങൾ അങ്ങനെ ഒരു ഭീരുവാകേണ്ട ആൾക്കാരല്ല. മറിച്ചോ നിങ്ങൾ കരുത്താർജിച്ച് മുന്നോട്ട് വരേണ്ടവരാണ്. നിങ്ങൾ കരയാനുള്ളവരുമല്ല, കരുത്താർജിച്ച് മുന്നോട്ട് വരേണ്ട വ്യക്തികളാണ്. അതുകൊണ്ട് നിങ്ങൾ ഭീരുവാകരുത്, കരയാനും പാടില്ല. അങ്ങനെ ഒരു പടയാളി ഒരിക്കലും കരയാൻ പാടില്ല എന്ന് പറയാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ധൈര്യമാണ് അത്യാവശ്യം. ധൈര്യത്തോടു കൂടിയുള്ള പെരുമാറ്റം, ധൈര്യം സംഭരിച്ചിരിക്കുക, എപ്പോഴും പവർഫുൾ ആയിട്ടിരിക്കണം എന്നാണ് പറയുന്നത്, അല്ലേ? അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ഒരിക്കലും തളരാനുള്ളവരല്ല നിങ്ങൾ, കരയാനുള്ളവരല്ല, കരുത്താർജിച്ച് മുന്നോട്ട് വരേണ്ടവർ തന്നെയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഇവിടെ അൻസിസ്റ്റേഴ്സിന്റെ ബ്ലെസ്സിങ്സ്, അല്ലെങ്കിൽ അവരുടെ മെസ്സേജ് പറയുന്നത്. ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഏറ്റവും അത്യാവശ്യമായിട്ട് നിങ്ങൾ മറ്റുള്ളവരോട് അറ്റാച്ച്ഡ് ആവാൻ പാടില്ല. ഒരുപാട് അറ്റാച്ച്മെന്റ്, ഒരുപാട് സ്നേഹം ആരോടും പാടില്ല. മനസ്സിലായി? സത്യസന്ധത വേണം, പക്ഷെ ഒരുപാട് സ്നേഹം ആരോടും പാടില്ല. എന്തുകൊണ്ടാണ്? ഒത്തിരി ആരെയെങ്കിലും സ്നേഹിച്ചു പോയെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിന്നും ഒരു അകൽച്ചയുണ്ടാകും. അത് പിന്നീട് നിങ്ങളെ വളരെയധികം വേദനിപ്പിക്കും. നിങ്ങളുടെ ഉള്ളിലെ ധൈര്യത്തെ ചോർത്തിക്കളയും. അതുകൊണ്ടാണ് പറയുന്നത്, നിങ്ങൾ ധൈര്യത്തോടുകൂടി മുന്നോട്ട് വരൂ, ധീരതയോടുകൂടി പെരുമാറൂ, അല്ലെങ്കിൽ കരുത്താർജിച്ച് മുന്നോട്ട് വരൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾ ഒരിക്കലും തളരാൻ പാടില്ല, മറ്റുള്ളവരെ അമിതമായിട്ട് വിശ്വസിക്കാൻ പാടില്ല, ഒരുപാട് കഥകളൊന്നും ആരോടും പറയാനും പാടില്ല. മനസ്സിലായി? ഇനി ഒരുപാട് നിങ്ങൾ സ്നേഹിക്കുന്ന ചില വ്യക്തികളോട് എല്ലാ കാര്യങ്ങളും നിങ്ങൾ അങ്ങ് തുറന്നു പറയും. നിങ്ങളുടെ ജീവിതത്തിലെ ചില പരാജയ കഥകളൊക്കെ നിങ്ങൾ ആരോടെങ്കിലും നിങ്ങളെ വലിയ സ്നേഹമുള്ള കൂട്ടുകാരാണെന്ന് കരുതി നിങ്ങൾ പറയും. അവിടെ പറയാൻ പോയി കഴിഞ്ഞെങ്കിൽ അടുത്തതായിട്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങൾ അതിൻ്റെതായ ദുഃഖം അനുഭവിക്കേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതുകൊണ്ട് അവർ തന്നെ ഈ കേൾക്കുന്നവർ തന്നെ കേട്ട് നിങ്ങളെ അന്നേരം സപ്പോർട്ട് ചെയ്യുന്നവർ തന്നെ നിങ്ങൾക്കെതിരായിട്ട് പാരവണിയും. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങളുടേതായ ഒരു കാര്യങ്ങളും മറ്റുള്ളവരോട് തുറന്നു പറയാൻ പാടില്ല. പ്രത്യേകിച്ച് നിങ്ങൾ ആരുടെയും മുൻപിൽ കരയാനേ പാടില്ല. അവരത് മുതലെടുക്കും. മനസ്സിലായോ? അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കരയാനുള്ളവരല്ല, കരുത്താർജിച്ച് മുന്നോട്ട് വരേണ്ടവർ തന്നെയാണെന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ ഭീരുവാകാൻ പാടില്ല, ധൈര്യവാനായിട്ട് മുന്നോട്ട് വരൂ, ധൈര്യം സംഭരിച്ച് തന്നെ മുന്നോട്ട് വരുവൂ, കൂടുതൽ പവർഫുൾ ആയിട്ട് മുന്നോട്ട് വരുവൂ, കൂടുതൽ സത്യസന്ധരാവൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് നോക്കാം അടുത്തായിട്ട് എന്താണ് മെസ്സേജ് വന്നിരിക്കുന്നത്. ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ് എന്നാണ് പറയുന്നത്. അടുത്തായിട്ട് കണ്ടില്ലേ? അടുത്തായിട്ട് ട്രസ്റ്റ് ഇൻ ഹയർ ഫോഴ്സസ്. ഹയർ ഫോഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഹയർ സെൽഫിലുള്ള വിശ്വാസം നിലനിർത്തുക. ഒരു വ്യക്തിയെ പൂർണ്ണമായിട്ടും ഒരു വ്യക്തിക്കും
ഉൾക്കൊള്ളാൻ പറ്റില്ല, മനസ്സിലാക്കാനും പറ്റില്ല. പിന്നെ നിങ്ങൾ എവിടെയാണ് ട്രസ്റ്റ് ചെയ്യേണ്ടത്, വിശ്വാസം കൊടുക്കേണ്ടത്, അല്ലെങ്കിൽ വിശ്വസിക്കേണ്ടത് എവിടെയാണ്? ഹയർ സെൽഫിലാണ് വിശ്വാസം കൊടുക്കേണ്ടത്. അതായത് ആ പരമോന്നത പീഠത്തെയാണ്, പിതാവിനെയാണ് നിങ്ങൾ സ്നേഹിക്കേണ്ടത്. ആ യൂണിവേഴ്സ് എന്ന് പറയുന്ന ആ ഒരു സത്യത്തെയാണ് നിങ്ങൾ വിശ്വസിക്കേണ്ടത്. അവിടെയാണ് നിങ്ങൾക്ക് കരുത്ത് കിട്ടുന്നത്. അല്ലെങ്കിൽ അവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള ആ വിശ്വാസവും അല്ല എങ്കിൽ ആ സ്നേഹവും എല്ലാ വിധത്തിലുമുള്ള കരുത്തും നിങ്ങൾക്ക് കിട്ടുന്നത് അവിടെ നിന്നുമാണ്. താങ്ക് യു യൂണിവേഴ്സിൽ നിന്നുള്ള ആ ഒരു വേർഡ് തന്നെ ഒരുപാട് കരുത്താർജിച്ച് പറയാൻ സാധിക്കും, അല്ലെങ്കിൽ നമുക്ക് കരുത്താർജിക്കാൻ സാധിക്കുന്ന ഒരു വേർഡാണത്. താങ്ക് യു യൂണിവേഴ്സിന് ഒരു നന്ദി പറച്ചിൽ. ഇങ്ങനെ നന്ദി പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് അഭിവൃദ്ധിയിലേക്ക് പോകാൻ സാധിക്കും. ഈ ഒരൊറ്റ വാക്ക് മതി നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ തന്നെ. മനസ്സിലായി? അതുകൊണ്ട് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക, യൂണിവേഴ്സിൽ ട്രസ്റ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ മറ്റ് ഏത് കാര്യവും. മനസ്സിലായി? അതാണ്. അപ്പോൾ ഹയർ ഫോഴ്സിൽ നിങ്ങൾ വിശ്വസിക്കുക, വിശ്വാസം അർപ്പിക്കൂ എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവിടെ ഒരു ട്രസ്റ്റ് കൊടുക്കൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അവിടെ നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് വേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ വരാനുള്ളത്, അവിടെ നിന്നുമാണ് തീരുമാനിക്കുന്നത്, അവിടെ നിന്നാണ് നിങ്ങൾക്ക് ലഭിക്കുന്നത്. മനസ്സിലായില്ല? നിങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല നിങ്ങൾക്ക് ചിലപ്പോൾ ലഭിക്കുന്നത്. നിങ്ങൾക്ക് എന്താണോ പ്രപഞ്ചം തരാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾ എത്രമാത്രം യൂണിവേഴ്സിൽ വിശ്വസിക്കുന്നുണ്ടോ, നിങ്ങളുടെ എനർജി എത്രമാത്രം യൂണിവേഴ്സിലേക്ക് നിങ്ങൾ അലൈൻ ആക്കുന്നുണ്ടോ, അത്രമാത്രം നിങ്ങളിലേക്ക് യൂണിവേഴ്സും കരുത്ത് ആർജിച്ചു തരും. അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു കരുതൽ ഉണ്ടാവും യൂണിവേഴ്സിന്. നിങ്ങൾക്ക് സംഭവിക്കേണ്ടത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണോ ലഭിക്കേണ്ടത് അത് നിങ്ങൾക്ക് തന്നിരിക്കും, ലഭിച്ചിരിക്കും. മനസ്സിലായോ? അതാണ് ഇവിടെ പറയുന്നത്. അടുത്തിട്ട് സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്നുള്ളതാണ്. മൗണ്ടൻസ് ആണ്. ഉണ്ടല്ലോ, മൗണ്ടൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? ഉന്നത നിലയിലുള്ള പർവ്വത നിരകളെയാണ്, അല്ലെങ്കിൽ മല എങ്ങനെയാണ്? താഴെയല്ലല്ലോ മല, ഉയർന്ന ഒരു പൊസിഷനിലല്ലേ മല ഉണ്ടാവുന്നത്. അപ്പോൾ മൗണ്ടൻ എന്ന് പറയുന്നത് എന്താണ്? ഉയർന്ന ഒരു കുന്നിനെയാണ് മല എന്ന് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ സ്റ്റാൻഡ് യുവർ ഗ്രൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നിങ്ങൾ നിങ്ങളുടേതായ ഉയർന്ന പൊസിഷനിൽ നിൽക്കൂ എന്നുള്ളതാണ്. അല്ലാതെ നിങ്ങൾ താഴേക്ക് വരികയല്ല വേണ്ടത്. നിങ്ങൾ എല്ലായ്പ്പോഴും ഉയർച്ചയിലായിരിക്കണം. നിങ്ങളുടെ സ്വപ്നങ്ങൾ ഉയർച്ചയിലേക്കുള്ളതായിരിക്കണം. മനസ്സിലായോ? അപ്പോൾ ഈ സ്വപ്നങ്ങൾ നിങ്ങൾ ഉയർച്ചയിലേക്ക് കാണും തോറും നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് എത്തിപ്പെടാൻ പറ്റും, അല്ലെങ്കിൽ എത്തപ്പെടാൻ പറ്റും. ആരാണോ ഉയർന്ന സ്വപ്നം കാണുന്നത് അവർക്ക് തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് എത്തപ്പെടാൻ കഴിയും. അല്ലാതെ എനിക്ക് സ്വപ്നങ്ങളില്ല, ഞാൻ ഉയരത്തിൽ വരാനുള്ളതൊന്നുമല്ല, എനിക്കങ്ങനെ അതൊന്നും സാധിക്കില്ല, വെറുതെ എന്തിനാണ് ഞാൻ എൻ്റെ എനർജി കളയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾ പരാജയത്തിലേക്ക് പോവുകയുള്ളൂ. അതുകൊണ്ട് ഉയർച്ചയിലേക്കാണ് നിങ്ങൾ എല്ലായ്പ്പോഴും സ്വപ്നം കാണേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരു ഉയർന്ന പദവിയിലേക്ക്, മനസ്സിലായി? എനിക്ക് ഏറ്റവും ഉയർന്ന പദവിയിലേക്കാണ് എനിക്ക് വരേണ്ടത് എന്ന് കരുതി അവിടേക്ക് ലക്ഷ്യം നട്ടുകൊണ്ട് അതിനേക്ക് നീങ്ങുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനെ സ്വീകരിക്കാൻ വേണ്ടി, അതിനെ നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ പ്രയത്നിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ എത്തിച്ചേരാൻ സാധിക്കും എന്നുള്ളതാണ്. സീ യുവർ സീഡ്സ് ഗ്രോ എന്നാണ് അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ വിതയ്ക്കുന്ന വിത്തുകൾ ഗ്രോ ചെയ്യുന്നത് കാണൂ എന്നുള്ളതാണ്. നിങ്ങൾ എന്ത് യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നോ, എന്ത് എനർജി നിങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നുണ്ടോ, എന്ത് എനർജിയുടെ വൈബ്രേഷനാണ് നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നത്, അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുന്നത്. മനസ്സിലായി? നിങ്ങൾ ഒന്നിൻ്റെയും എനർജി യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്നില്ല എങ്കിൽ നിങ്ങൾ ഇരിക്കുന്നിടത്ത് തന്നെ ഇരിക്കാം. ഇനി അഥവാ എന്താണോ നിങ്ങൾ വിതയ്ക്കുന്നത്, നിങ്ങൾ നെന്മണി വിതയ്ക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ഗോതമ്പ് മണിയാണോ കൊയ്യാൻ പോകുന്നത്? അല്ല, നെന്മണി തന്നെ അല്ലേ കൊയ്യാൻ സാധിക്കുന്നത്. അതാണ്. പിന്നെ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന നന്മയുടെ ഫലം തന്നെയാണ് നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരുന്നത്. അങ്ങോട്ട് എന്ത് കൊടുക്കുന്നു അതനുസരിച്ച് നമുക്ക് ഇങ്ങോട്ടും കിട്ടുകയുള്ളൂ.
മറ്റുള്ളവരെ കഷ്ടതയിൽ ആഴ്ത്താൻ വേണ്ടി പണിപ്പെടുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനായിട്ട് പാര പണിയുകയാണെങ്കിൽ, അല്ലെങ്കിൽ അതിനായിട്ട് നിങ്ങൾ വിചാരിക്കുകയാണെങ്കിൽ ഒരു വ്യക്തിയെ എല്ലായ്പ്പോഴും നെഗറ്റിവിറ്റിയിലേക്ക് കൊണ്ടു തള്ളണം എന്ന് നിങ്ങളുടെ മനസ്സിൽ ഒരു ചിന്തയുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും അത് അല്പസമയത്തിന് ശേഷം നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരും ആ ഒരു എനർജി. കാരണം നിങ്ങൾ യൂണിവേഴ്സിലേക്ക് കൊടുക്കുന്ന ആ ഒരു വൈബ്രേഷൻ അത്തരത്തിലുള്ളതാണ്. മനസ്സിലായോ? നമ്മൾ വെറുതെ ഇരുന്നുകൊണ്ട് വിചാരിക്കുകയാണ് ഇന്ന അതിലേക്ക് പോകുന്ന ആ വ്യക്തിക്ക് ഒരു പണി കൊടുക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ അതിനായിട്ട് പാടുപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുറച്ചു കഴിഞ്ഞ് ഇന്നല്ലെങ്കിൽ നാളെ നമ്മളിലേക്ക് തന്നെയാണ് അത് തിരികെ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ നന്മ പ്രവർത്തിക്കൂ, നന്മയുടെ ഫലം നിങ്ങൾക്ക് കൊയ്യാൻ സാധിക്കും. മനസ്സിലായി? ഇന്ന് നിങ്ങൾ നന്മ നിറഞ്ഞ പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നിങ്ങൾക്ക് എന്താണ് ലഭിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് അതിപാവനമായ ഒരു ജീവിതം ലഭിക്കും. നന്മ നിറഞ്ഞ ഒരു ജീവിതം തന്നെ നിങ്ങൾക്ക് ലഭിക്കും. എല്ലായ്പ്പോഴും മനസ്സിൽ നന്മ നിറച്ചുകൊണ്ട് നടന്ന നിങ്ങൾക്ക് അതേപോലെയുള്ള ഫലങ്ങളാവും ലഭിക്കാൻ പോകുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. പറഞ്ഞ ഡ്രീം ആൻഡ് ജേർണി എന്നാണ് പറയുന്നത്. നിങ്ങൾ നിങ്ങളുടെ സ്വപ്നങ്ങളിലും യാത്രകളിലും വിശ്വസിക്കുക. മനസ്സിലായി? സ്വപ്നങ്ങൾ കാണുക, യാത്രകൾ ചെയ്യുക. സ്വപ്നങ്ങൾ എല്ലായ്പ്പോഴും നമുക്ക് കാണാവുന്ന കാര്യമേ ഉള്ളൂ. നമ്മൾ ഏതെങ്കിലും ഉയർന്ന നിലയിലേക്ക് പോകുന്നതായിട്ട് നമുക്കൊരു സ്വപ്നം കാണാം. പിന്നെ യാത്രകൾ ചെയ്യാം. യാത്രകളിലൂടെ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ടാകും. അപരിചിതരായ ഒരുപാട് ആൾക്കാരെ പരിചയപ്പെടാം. അതുപോലെ തന്നെ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത സ്ഥലങ്ങൾ കാണാം. അതുപോലെ തന്നെ ഇന്നേവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ലാത്ത പല വിധത്തിലുമുള്ള വികാരങ്ങൾ അനുഭവിക്കാനും സാധിക്കും. പല വിധത്തിലുള്ള വ്യക്തികളോട് സംസാരിക്കാൻ പറ്റും, കാണാൻ സാധിക്കും. അങ്ങനെ മുന്നോട്ട് വരാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് സ്വപ്നം കാണുകയാണെങ്കിൽ മനസ്സിൻ്റെ ഉള്ളിൽ ഒരു സ്വപ്നം ഉണ്ടായിരിക്കണം നിങ്ങൾക്ക്. സ്വപ്നത്തിലൂടെയാണ് നിങ്ങൾക്ക് വളർച്ച വരുന്നത്. അല്ലാതെ വെറുതെ എനിക്കൊന്നും ആവാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒന്നും ആവാൻ കഴിയില്ല. അതേ സമയത്ത് നിങ്ങൾ ഒരു സ്വപ്നം കാണുകയാണ്, എനിക്ക് നാളെ ഇന്ന ജോലി വേണം, അല്ലെങ്കിൽ ഇന്നതുപോലെ ഒരു വാഹനം വാങ്ങിക്കണം എന്നൊക്കെ നിങ്ങൾ സ്വപ്നം കണ്ട് അതിനുവേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾ സ്വപ്നം കാണാനും യാത്ര ചെയ്യാനും സന്നദ്ധരാവൂ, അങ്ങനെ മുന്നോട്ട് വരൂ എന്നുള്ളതാണ് പറയുന്നത്. സ്വപ്നവും യാത്രയും നിങ്ങളെ വളർച്ചയിലേക്ക് നയിക്കുന്നതാണ് എന്നാണ് പറയുന്നത്. ബോട്ടം വന്നിരിക്കുന്നത് ഹെർമിറ്റ് ആണ്. റിട്രീറ്റ് ആൻഡ് റീചാർജ്. കണ്ടില്ലേ? റിട്രീറ്റ് ആൻഡ് റീചാർജ് എന്ന് പറയുമ്പോഴെന്താണ്, നിങ്ങൾക്ക് എല്ലായ്പ്പോഴും എന്താണ് റീചാർജ് ചെയ്യുക എന്ന് പറയുന്നു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസത്തിന്റെ ഗതിയെ മനസ്സിലാക്കാൻ സാധിക്കണം. ശ്വാസത്തിന്റെ ഗതിയെ മനസ്സിലാക്കുക. ശ്വാസത്തെ നിയന്ത്രണം ചെയ്യുന്നത് ഏത് വ്യക്തിയാണോ, ശ്വാസത്തെ നിയന്ത്രിച്ച് നിർത്താൻ കഴിവുള്ള വ്യക്തി ആരാണോ അവർക്ക് ഉയർന്ന നിലയിലേക്ക് വരാൻ സാധിക്കും. അതെന്താണ് ശ്വാസത്തിന്റെ ഗതിയെ നിയന്ത്രിക്കുക എന്ന് പറയുന്നത്? മെഡിറ്റേഷൻ ആണ് ഉദ്ദേശിക്കുന്നത്. മെഡിറ്റേഷൻ ചെയ്യുക, ശ്വാസത്തെ ഉള്ളിലേക്ക് എടുക്കുക, അവിടെ ഒന്ന് കൺട്രോൾ ചെയ്യുക, വീണ്ടും വിടുക, ബ്രീത്ത് ഇൻ ചെയ്യുക, ബ്രീത്ത് ഔട്ട് ചെയ്യുക. അപ്പോഴൊക്കെ എന്താണ് ഒരു കൺട്രോൾ, ശ്വാസത്തിന്റെ മേളിൽ ഒരു കൺട്രോൾ. ശ്വാസമാണല്ലോ നമ്മളെ നിയന്ത്രിക്കുന്നത്. എന്താണ്? ശ്വാസമാണ്. ഈ ശ്വാസം ഇല്ലെങ്കിൽ എന്താണ് നമ്മൾ ശവമാകും അല്ലേ? അതറിഞ്ഞൂടെ? അപ്പൊ അങ്ങനെയാണ് നമ്മൾ ശ്വാസത്തിന് വളരെയധികം പ്രാധാന്യമുള്ളത് ശ്വാസത്തിനാണ്. അതുകൊണ്ട് മൊബൈൽ ഫോണിൽ നമ്മൾ ചാർജ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് ഫോൺ ചത്തതുപോലെയല്ലേ ഇരിക്കുന്നത്. വീണ്ടും വീണ്ടും നമ്മൾ ചാർജ് ചെയ്യുന്നത് എന്തിനാണ്? അതിനെ വീണ്ടും വീണ്ടും ഉണർത്തിയെടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ അതിലെ പ്രോഗ്രാമൊക്കെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്, ഫോൺ ഒന്നുകൂടി ഓടാൻ വേണ്ടിയാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതല്ലേ എന്ന് പറയുന്നത് പോലെ നമ്മൾ ചാർജ് ചെയ്യുക, ശ്വാസത്തിനെ വീണ്ടും വീണ്ടും കൊടുത്തുകൊണ്ടിരിക്കുക, ശ്വാസത്തിൽ നിയന്ത്രണം കൊടുക്കുക. അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ ജീവന് തന്നെ താളം ഉണ്ടാവുന്നത്. അങ്ങനെ ചെയ്യൂ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. നമുക്ക് ടാരോ കാർഡ്സ് കൂടി ഒന്ന് നോക്കാവേ. ഇവിടെ വന്നിരിക്കുന്നത് ടെമ്പറൻസ് ആണ്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ല, ഇവിടെ ബാലൻസ് ചെയ്യാൻ
ശ്രമിക്കുന്നു എന്നുള്ളതാണ്. ജീവിതത്തെ ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് കഴിയണം. അല്ലെങ്കിൽ അങ്ങനെ കഴിയുന്ന ചില വ്യക്തികളുടെ എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ജീവിതത്തെ ബാലൻസ് ചെയ്യുക എന്ന് പറയുമ്പോൾ എല്ലാ കാര്യങ്ങളിലും ഒരു ബാലൻസിങ് അത്യാവശ്യമാണ് നമ്മളുടെ ജീവിതത്തിൽ, അല്ലേ? സാമ്പത്തികപരമായിട്ടും സ്നേഹപരമായിട്ടും, സ്നേഹം സാമ്പത്തികം ഇത് രണ്ടും ഒന്ന് കണക്റ്റഡ് ആയിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ്, കാര്യങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ആർക്കും നിലനിൽക്കാൻ പറ്റില്ല. സാമ്പത്തികമുള്ളിടത്ത് മാത്രം എന്താണ് നിലനിൽക്കാൻ പറ്റുമോ? സ്നേഹം മാത്രമേ ഉള്ളൂ, സാമ്പത്തികമില്ല. തിന്നാനും കുടിക്കാനും ഒന്നിനും പറ്റുന്നില്ല, സാമ്പത്തികമില്ല. അപ്പൊ സ്നേഹം എവിടെയാണ് നിലനിൽക്കുന്നത്? ഇത് രണ്ടും കൂടെ എങ്കിൽ രണ്ടും കൂടി ഒന്ന് ബാലൻസ് ചെയ്ത് സമനിലയിൽ കൊണ്ടുപോയാൽ മാത്രമേ അവിടെ ഇത് രണ്ടും നിലനിൽക്കാൻ പറ്റുകയുള്ളൂ. രണ്ടും കൂടെ കൂടിച്ചേർന്ന് നല്ല ഒരു താളത്തിൽ ഈ ജീവിതം മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് കരയിലായാലും വെള്ളത്തിലായാലും ഒക്കെയും ഒരു സമനില കൊണ്ടുവരിക, അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏഞ്ചലിന്റെ ബ്ലെസ്സിങ് ഉണ്ടാവണം. അത്തരത്തിലുള്ള എനർജിയിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് ബാലൻസിങ് നടക്കുന്നത്. അങ്ങനെ വേണം മുന്നോട്ട് പോകാൻ എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അല്ലെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ബാലൻസിങ് വരുന്നതാണ്. ബാലൻസ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും എന്നുള്ളതും ഇവിടെ പറയുന്നുണ്ട്. അതുപോലെ ഇവിടെ ഹെറോഫന്റ് എനർജിയാണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് കൂടുതലായിട്ട് പ്രപഞ്ചത്തെ അറിയാനുള്ള കഴിവ് വരുന്നുണ്ട്, മൈൻഡ്, ബോഡി, സ്പിരിറ്റ്. ഇതൊക്കെ എന്താണ്? എല്ലാവർക്കും ഇതൊന്നും അറിഞ്ഞുകൂടാ. പക്ഷെ ഈ അടുത്ത കാലത്തായിട്ട് ഒരുപാട് പേർ ഇങ്ങനെയുള്ള റീഡിംഗ് ഒക്കെ കാണുന്നതോടുകൂടി ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങുന്നു. ഇതിലേക്കുള്ള ഒരു ജീവിതത്തിലെ ഒരു ഉയർച്ചയിലേക്ക് വരുവാനും സാധിക്കുന്നു, അല്ലെ? മൈൻഡ് എന്താണ്, ബോഡി എന്താണ്, സ്പിരിറ്റ് എന്താണ്, ഇതൊക്കെ അറിയാവുന്ന, അല്ലെങ്കിൽ പ്രപഞ്ച സത്യം അറിയാവുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്കും അത്തരത്തിലുള്ള ഒരു അറിവ് ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കാൻ, അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് ഒരു ഗൈഡൻസ് വാങ്ങിക്കാൻ വേണ്ടി മറ്റുള്ളവർ നിങ്ങളോട് അടുത്തു വരുന്നുണ്ട്. അത്തരത്തിലുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇത് വേൾഡ് ആണ് വന്നിരിക്കുന്നത്. നിങ്ങൾക്കൊരു പരിപൂർണതയിലേക്ക് പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ഒരു സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ എൻഡ് ആകുന്നു, അടുത്ത സൈക്കിൾ നിങ്ങളുടെ ജീവിതത്തിൽ സ്റ്റാർട്ട് ആവുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ മറ്റേതെങ്കിലും കാര്യത്തിൽ അന്യനാടുകളിൽ പോയി ജോലി ചെയ്യാനുള്ള സാധ്യതയായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ലഭിക്കാൻ വേണ്ടി നിങ്ങൾ ഇവിടെ നോക്കിയിരുന്നിട്ടുണ്ടാവാം, അല്ലെങ്കിൽ ഏതെങ്കിലും കാര്യത്തിൽ നിങ്ങൾ തന്നെ ഒരു പുതിയ തുടക്കം കൊണ്ടുവന്നിട്ടുണ്ടാവാം. അത് നിങ്ങൾക്ക് സഫലതയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു സാഫല്യം നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കുന്നു ഇന്നത്തെ ദിവസം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏതൊരു കാര്യമാണോ നിങ്ങളിപ്പോൾ മനസ്സിൽ ഉന്നിക്കൊണ്ടിരിക്കുന്നത് അതിനായിട്ട് നിങ്ങൾക്ക് ഒരു സഫലത അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ചിലപ്പോൾ സാമ്പത്തികത്തിന്റെ കാര്യമാകാം, മറ്റ് പല കാര്യങ്ങളിലുമാകാം. ഇവിടെ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. ലവേഴ്സ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ കണ്ടില്ലേ, വേൾഡ് കാർഡ് നമ്മൾ പറഞ്ഞല്ല, ഒരു പരിപൂർണതയിലേക്ക് എത്താൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു തുടക്കത്തിലേക്ക് വരുന്നുണ്ട് നിങ്ങളുടെ ജീവിതം എന്ന്, പല കാര്യങ്ങളും എൻഡ് ആക്കുന്നു, പുതിയ ലൈഫിലേക്ക് പോകുന്നു എന്ന്. ഇവിടെ എന്താണ്, ഒരു പേഴ്സണൽ ലൈഫ് കണക്ഷൻ നിങ്ങളിലേക്ക് വരുന്നുണ്ട്. ആരോ നിങ്ങളെ ഇഷ്ടപ്പെട്ട് വരുന്നു. ആ വ്യക്തി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് ദൈവാനുഗ്രഹമുള്ള വ്യക്തിയാണ്. അത് നിങ്ങളിലേക്ക് നിങ്ങളുടെ തന്നെ ഒരു സോൾമേറ്റ് കണക്ഷനോ അല്ലെങ്കിൽ നിങ്ങൾ പേഴ്സണൽ ലൈഫിൽ കണ്ടുമറന്ന ഏതോ ഒരു വ്യക്തിയും ആവാം. അവരുമായിട്ട് ജീവിച്ച് ഉള്ള ജീവിതം തീർന്നിട്ടില്ല, വീണ്ടും കുറച്ചുകൂടി അനുഭവിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് വീണ്ടും കണ്ടുമുട്ടുന്നു, വീണ്ടും ഈ ഒരു ജന്മം മുന്നോട്ട് കൊണ്ടുപോകുന്നു അവരുമായിട്ട് കൂടിച്ചേർന്ന്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഒരു വ്യക്തിയുമായി നിങ്ങൾ ഇവിടെ കൂടിച്ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായോ? വളരെ നല്ല എനർജിയാണ്. അങ്ങനെയുള്ള വ്യക്തികളുമായി കൂടിച്ചേരുമ്പോഴാണ് പരസ്പരം സൗഭാഗ്യം വർദ്ധിച്ചു വരുന്നത്, പരസ്പരം പ്രോസ്പെറിറ്റിയും ഐശ്വര്യവും ഒക്കെ നിങ്ങളിലേക്ക് വരുന്ന സമൃദ്ധിയും വരാൻ തുടങ്ങുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. എല്ലാ തരത്തിലും ദൈവാനുഗ്രഹമായാലും മറ്റേത് കാര്യമായാലും അങ്ങനെയാണ്. നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ, രണ്ടുപേർ കൂടിച്ചേരുമ്പോൾ ചിലപ്പോൾ ചിലയിടത്തൊക്കെ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവാനുഗ്രഹമാണ് അവിടെ പ്രവർത്തിക്കുന്നത്. അവർ തമ്മിൽ കൂടി ചേരേണ്ടവരാണ്.
ഇനി വേറെ ചിലയിടത്താണെങ്കിലോ ഏതെങ്കിലും വ്യക്തികൾ മറ്റൊരു വ്യക്തിയുമായിട്ട് കൂടിച്ചേരുമ്പോൾ ഉള്ളത് കൂടെ നശിച്ചു പോകുന്ന എനർജി അല്ലേ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരസ്പരം അവിടെ സപ്പോർട്ടിങ് ഇല്ല, പരസ്പരം അവിടെ മനസ്സിലാക്കാനുള്ള കഴിവില്ല. വീണ്ടും വീണ്ടും പറഞ്ഞു എന്നും ബഹളം, ശത്രുത, ഇതൊക്കെയാണ് വരാൻ പോകുന്നത്. നെഗറ്റീവ് എനർജിയെ വർദ്ധിപ്പിച്ചു കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട്. അതുകൊണ്ട് അവിടെ ഐശ്വര്യം നിലനിൽക്കുന്നില്ല. അതേസമയത്ത് ഇത്തരം ബന്ധങ്ങളിലാണെങ്കിൽ കൂടുതലായിട്ട് നിങ്ങളുടെ ഐശ്വര്യവും സമൃദ്ധിയും വർദ്ധിച്ചു വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഇവിടെ 5 ഓഫ് സോഡിന്റെ എനർജിയാണ്. കാരണം തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾ ഏതെങ്കിലും കാര്യത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ടാവാം. മുന്നോട്ട് വരണമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളിവിടെ എന്തിലോ ഒരു കുടുക്കിൽ പെട്ടിരിക്കുന്നത് പോലെയാണ് കാണുന്നത്. 5 ഓഫ് സോഡിന്റെ എനർജി മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. മനസ്സിലായോ? മാനസികമായ സമ്മർദ്ദം അനുഭവിക്കുക മാത്രമല്ല, ആരോ നിങ്ങളിലേക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു കുറ്റം ചുമത്തി അല്ലെങ്കിൽ ഒന്ന് പഴിചാരിക്കൊണ്ട് നിങ്ങളെ ഒരു കുറ്റക്കാരനാക്കി മാറ്റുന്ന എനർജിയാണ്. അവിടെ നിങ്ങളുടെ മനസ്സ് ഒരുപാട് വിഷമിക്കുന്നു, വേദന അനുഭവിക്കുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരു തെറ്റും ചെയ്യാത്തവര് ചിലപ്പോൾ മറ്റുള്ളവരവിടെ നിന്നുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഇവിടെ പഴിചാരും, എന്നിട്ട് കുത്തി നോവിക്കൽ, അത് ചില ആൾക്കാർക്ക് ഒരുപാട് ഇഷ്ടമാണ്. വീഡിയോ കണ്ടിട്ടായാൽ തന്നെയും എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുക, അത് അവരുടെ ഒരു ഉദ്ദേശമാണ്, അതൊരു ലക്ഷ്യമാണത് അവരുടെ. അവർക്ക് അങ്ങനെ സന്തോഷിക്കാൻ സാധിക്കും. എല്ലാവർക്കും കഴിയുന്ന ഒരു എനർജി അല്ല അത്, എല്ലാവരിലും ഉള്ള എനർജിയും അല്ല അത്. എന്ന് പറഞ്ഞതുപോലെ ഇവിടെ ആരോ എന്തോ ചെയ്യാത്ത കുറ്റത്തിന് വേണ്ടി, ചെയ്യാത്ത തെറ്റിന് വേണ്ടി നിങ്ങളെ കുറ്റക്കാരനാക്കുന്നു അല്ലെങ്കിൽ കുറ്റക്കാരിയാക്കിയിട്ട് സന്തോഷിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിമിത്തം നിങ്ങൾ മാനസിക സംഘർഷം അനുഭവിക്കുന്നു. പക്ഷെ ഇന്നത്തെ ദിവസം വളരെയധികം അതൊന്ന് സൂക്ഷിക്കുക. ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ എനർജി, ഇന്നത്തെ റീഡിങ് ഇതൊക്കെയാണ്. അപ്പോൾ ഈ ഒരു റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.